ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ബോഡിമെട്ടിലേക്കാണ്. മഞ്ഞു മൂടിയ മലനിരകളും തമിഴ്നാടിൻ്റെ മനോഹരമായ ദൂരക്കാഴ്ചയും സമ്മാനിക്കുന്ന തമിഴ് കേരള സംസ്കാരങ്ങളുടെ കലവറയാണ് ഈ കൊച്ചു ഗ്രാമം. മൂന്നാറിൽ നിന്നും ഗ്യാപ്പ് റോഡിലൂടെ പൂപ്പാറ വഴി 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ബോഡിമെട്ടിലെത്താവുന്നതാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൂപ്പാറയിലാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. പൂപ്പാറയിൽ നിന്നും 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ബോഡിമെട്ടിലെത്താം. കേരളത്തിലെ ഇടുക്കി ജില്ലയും തമിഴ്നാട്ടിലെ തേനി ജില്ലയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രധാന വ്യാപാര പാതയാണ് ഈ ബോഡിമെട്ടിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ബോഡിമെട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന ഒരു ക്ഷേത്രമാണ് കാളിയമ്മൻ കോവിൽ. ബോഡിമെട്ടിന്റെ ആത്മീയ സൗന്ദര്യമായി ഈ ടൗണിനോട് ചേർന്ന് നല്ല വ്യൂ ഉള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ ബോഡിമെട്ടിന്റെ ഒരു മനോഹരമായ വ്യൂ നമുക്ക് കാണാവുന്നതാണ്. ഏലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ബോഡിമെട്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ കുടിയേറ്റക്കാർ ഇവിടെ ഏലം കൃഷി ആരംഭിച്ചിരുന്നു. മുമ്പ് കാർഷികവും വ്യാപാരപരവുമായ പ്രാധാന്യമായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ ടൂറിസവും വളർച്ചയുടെ പാതയിലാണ്. രാജഭരണത്തിന്റെ ശംഖുമുദ്ര പതിഞ്ഞ ബോഡിമെട്ടിലെ പഴയ കസ്റ്റംസ് ഹൗസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരു ചരിത്ര സ്മാരകമാണ്. 1 നൂറ്റാണ്ട് മുൻപ് സുർക്കിയും കരിങ്കലും ഉപയോഗിച്ച് തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിച്ച തിരുവിതാംകൂർ കസ്റ്റംസ് ഹൗസ് ആണിത്. നമുക്കിവിടെ നിന്നും 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബോഡിമെട്ട് വ്യൂ പോയിന്റിൽ എത്താവുന്നതാണ്. കേരളത്തിൽ നിന്നും ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ചുരത്തിന്റെ ദൂരക്കാഴ്ചയും അതിലൂടെയുള്ള യാത്രയും അതിമനോഹരം തന്നെയാണ്. മഞ്ഞും മലകളും താഴ്വാരങ്ങളും കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു വിസ്മയ കാഴ്ചയാണ് നമുക്ക് ബോഡിമെട്ടിൽ കാണാൻ കഴിയുന്നത്. കാഴ്ചയുടെ ഭംഗി ആവോളം ആസ്വദിച്ച ശേഷം നമുക്ക് ബോഡിമെട്ടിലെ കൊതിപ്പിക്കുന്ന വിഭവങ്ങളായ നല്ല ചൂടൻ ചായയും വടയും കഴിച്ച് വീണ്ടും യാത്ര തുടരാം. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.